പാകിസ്ഥാൻ കിട്ടിയില്ല, നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ, ഇനി എന്താ ഇവിടെ? തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് 10ാം തരം. തോറ്റാലും 10, ജയിച്ചാലും 10. എല്ലാ യൂണിറ്റിലുള്ള ആളുകളും എല്ലാ യൂണിറ്റും നോട്ടുമാലിടണം ബാബായ് തങ്ങൾക്ക്. CP കുഞ്ഞാലിക്കുട്ടിക്ക് ഇറങ്ങി മൂപ്പര് വന്നിട്ട് ഫ്രണ്ട് ഡോറ് തുറന്ന് ബാബായ് തങ്ങൾ മുമ്പിലായിരിക്കണം. തുറന്ന് ബാബായ് തങ്ങൾ നമ്മൾ ബാബായ് തങ്ങൾ നടാതെ കാണുകയാണ്. ബാബായ് തങ്ങൾ നടാതെ കാണുകയാണ്. വെച്ച ഒരു കാഴ്ച തന്നെയാണ് അത്. ഈ കൊടിയാണ് നമുക്ക് ഒരു ആശ നൽകാനുള്ളത്. ഇപ്പോൾ മഗ്‌രിബിന് വാങ്ങിക്കൊടുത്തപ്പോൾ ഏതോ ഒരു പള്ളീൻ്റെ അവിടെ നിർത്തി തങ്ങൾ വേഗം പള്ളിയിൽ കയറി. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഓതുണ്ടാക്കി. തങ്ങൾക്ക് എപ്പോഴും ഓതുണ്ടാവുമല്ലോ. തങ്ങൾ സദാ ഓതുള്ളൊരു മനുഷ്യനാണ്. CH ഇരിക്കുന്നുണ്ട്. CHനെ അങ്ങനെ അടുത്തുനിന്ന് കാണുകയാണ്. അപ്പോൾ CHൻ്റെ പ്രസംഗം കേൾക്കാൻ പാടി 10,000 ഇങ്ങനെ പാതിര കഴിഞ്ഞിട്ടും ഇങ്ങനെ കാത്ത് നിൽക്കുന്ന ഒരു CH ആണത്. തന്നെ നമ്മൾ 52ലേക്ക് ഇന്ത്യ രാജ്യത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. ഞാനൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ അവിടേക്ക് വെറും മുസ്ലിം കുടുംബങ്ങളാണ്. മുസ്ലിം ലീഗ് അല്ലാതെ ഒരു പാർട്ടി ഇല്ല. പച്ചക്കൊടി അല്ലാതെ ഒരു കൊടി നമുക്ക് പരിചയമില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം ദേശീയ പതാകക്ക് പോലും 3 കളറ് വരുമ്പോൾ നമുക്ക് അശോക ചക്രം ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പതാകയുടെ സാമ്യത തോന്നും എന്നതുകൊണ്ടുള്ള ഒരു അലർജി അവിടെ ഉണ്ട്. അത്രയും കോൺഗ്രസ് വിരുദ്ധരായ ഒരു കൂട്ടരാണ് അന്ന് നമ്മൾ. കാരണം അത്രയും കോൺഗ്രസിനോടൊരു വെറുപ്പുണ്ടായി. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് ആണല്ലോ ഭരിച്ചത്. അപ്പോഴൊക്കെ നമ്മളോട് കണ്ടമാനം പാകിസ്ഥാൻ കിട്ടിയില്ല, നിങ്ങൾക്ക് പോയിക്കൂടെ, പാകിസ്ഥാൻ കിട്ടിയില്ല, നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ, ഇനി എന്താ ഇവിടെ എന്നുള്ള ഒരു ചോദ്യം സാർവത്രികമായിട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1921 മലബാർ കലാപം നയിച്ച ആളുകളുടെ മക്കളും പേരക്കുട്ടികളുമാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ മനസ്സ് അതിൻ്റെ മൂർച്ച കോൺഗ്രസ്സിൽ പല ആളുകൾക്കും അറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലാണ് വളർന്നു വന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ 52 ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിന്ന് KK മുഹമ്മദ് ഷാഫി മദ്രാശി അസംബ്ലിയിലേക്ക്, ആദ്യത്തെ പാർലമെൻറ്റിലേക്കുള്ള B ബോക്കർ സാഹിബ് പാർലമെൻറ്റിലേക്ക് 2 സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ. ആ ഇലക്ഷനിൽ ഞാൻ ബൂത്ത് ഏജൻ്റാണ് കരിങ്കൽത്താണി സ്കൂളിൽ മുസ്ലിം ലീഗിൻ്റെ. വാസ്തവത്തിൽ SSLC പാസ്സായിട്ടില്ല. SLC ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ എൻറ്റയർ ഫാമിലി എന്ന് പറയുന്ന എൻറ്റയർ നമ്മൾ സമൂഹം, മാപ്പിള സമൂഹം മൊത്തം മുസ്ലിം ലീഗായി നിൽക്കുന്നത്. അല്ലറ ചില്ലറ ചില കോൺഗ്രസ്സുകാരും മാപ്പിള കോൺഗ്രസ്സുകാരില്ലായികയില്ല. ഒരു മാപ്പിള കോൺഗ്രസ്സുകാരൻ KP മുഹമ്മദാണ് ഷാഫി സാഹിബിനെതിരിൽ നമുക്ക് മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തെ ദയനീയമായി പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾക്ക് പറഞ്ഞാൽ നമ്മൾക്ക് അന്ന് അധ്വാനിച്ച കുട്ടികളാണ്. അന്ന് വാപ്പ തങ്ങന്മാരോട് വളരെ അടുപ്പം പാലിച്ചിരുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ പണ്ടേ. ഒരു തവണ എന്നെ ഞാൻ വാപ്പാൻ്റെ ഒപ്പം വാപ്പ എന്നെയും കൊണ്ടുപോയി. ഞാനന്ന് 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ മറ്റു പഠിക്കുന്ന കാലത്ത് പാണക്കാട്ട് PMSC പൂക്കോയ തങ്ങളുടെ അടുത്ത് പോയി. PMSC പൂക്കോയ തങ്ങളുടെ അടുത്ത് അപ്പോൾ സാധാരണഗതിയിൽ തങ്ങളുണ്ട്, കുറച്ച് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ മുറ്റത്തുണ്ട്. ഈ വീടല്ല, അന്നത്തെ പഴയ വീട്ടിലാണ്. തങ്ങൾ കണ്ട് സലാം പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. എന്നെ വിളിച്ച് അടുത്തിരുത്തി. തങ്ങളൊരു കസാലയിലിരിക്കുകയാണ്, മേശയുണ്ട്, ഇരുത്തിയിട്ട് അപ്പം എന്നെ മന്ത്രിച്ചു വിടാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടേക്കണ്. ഇങ്ങനെ പിടിച്ചിട്ട് തങ്ങൾ മന്ത്രിച്ചു ഊതി തന്നു. അങ്ങനെ നമ്മളവിടുന്ന് പിന്നെ ഇറങ്ങി. പിന്നെ നമ്മൾ പനമ്പോയ്ക്കൽ തങ്ങളുണ്ട്. പനമ്പോയ നേരെ പടിഞ്ഞാട്ട് പോയി. അപ്പോൾ പോകുന്നത് മലപ്പുറം വരെ ബസ്സിന് പോയി. മലപ്പുറത്ത് നിന്ന് വാപ്പ സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ഫ്രെയിമുമ്മനെ ഇരുത്തി. അങ്ങനെയാണ് നമ്മൾ പാണക്കാട്ട് എത്തുന്നത്. പാണക്കാട്ട് നേരെ പനമ്പുഴയ്ക്കൽ പോയി. പനമ്പുഴയ്ക്കൽ പോകുമ്പോൾ ഇതേ രീതിയിൽ അവിടെയും തങ്ങളും കുറേ ആൾക്കാരുമാണ്. ചികിത്സകളൊക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ ഇപ്പോഴുള്ള തങ്ങന്മാരെ പാപ്പേറ്റായിരിക്കും അത്, മനസ്സിലായില്ലേ. തങ്ങൾ സലാം പറഞ്ഞ് അങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ പിന്നെ അയക്കുന്നതിൻ്റെ ഇടയിൽ തങ്ങൾ പറഞ്ഞു, മുസ്ലിങ്ങൾ ഈ മോനങ്ങൾ പഠിപ്പിക്കണം, സ്കൂളിൽ പഠിപ്പിക്കണം, ഒരു 10ാം തരം വരെയെങ്കിലും പഠിക്കട്ടെ. അപ്പോൾ സമ്മതിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ നമ്മളാ ഫാമിലിയിൽ 10ാം തരം വരെ പഠിച്ചത് ഞാൻ ആദ്യമായിട്ട്.
നമ്മൾ ആ പരമ്പരയിൽ ആ കാലത്ത് ഏറ്റവും ഉയർന്ന നിലവാരം ഗാന്ധി പനപ്പോയക്കര തങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. SSLC ക്ലാസ് ആയപ്പോഴേക്ക് നമ്മൾ 1951-52 ആകുമ്പോഴേക്ക് സ്കൂളിലൊക്കെ ഞാൻ പോകുന്നത് പച്ചക്കൊടി സ്കൂളിൽ സൈക്കിളിൽ കുത്തിയിട്ട് അതും കൊണ്ടാണ് പോകുന്നത്. ആ ഒരു പിരാന്ത് കയറിയതാണ്. ഒരു ദിവസം വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് 10ാം തരം, തോറ്റാലും 10, ജയിച്ചാലും 10, തോറ്റിട്ട് നിർത്തണോ ജയിച്ചിട്ട് നിർത്തണോ എന്നുള്ളൊരു തീരുമാനിച്ചോ. കാരണം ആ കോലത്തിലാണ് സ്കൂൾ പഠനം നടക്കുന്നത്. ബാഫക്കിത്തങ്ങൾ വരുന്നുണ്ട് പുഴക്കാട്ടിയിൽ. അപ്പം നമ്മളവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജാഥകളൊക്കെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇവിടെ പിടി തന്നെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. നമ്മൾ ചെറിയ ചെറിയ ജാഥകളൊക്കെ സംഘടിപ്പിക്കുക, മെഗാഫോണും മറ്റേതും സിന്ദാബാദ് വിളിയോ ആരാണ്. കാരണം അന്തമാലിക്ക് ടിക്കറ്റ് വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വലിയൊരു കൊടി, പച്ചക്കൊടി നമ്മളെ വീടിന് മുമ്പിൽ തന്നെ നാട്ടി. നമ്മൾ കുറച്ച് നാട്ടി രാത്രി 10-10:30 മണിയായപ്പോഴേക്ക് ഉഗ്രനൊരു കൊടി നമ്മൾ നാട്ടി. കാരണം രാവിലെ 9 മണിക്ക് ബാഫത്തങ്ങൾ വരും. ബാഫത്തങ്ങൾ വരുന്നത് എന്താ വെച്ചാൽ ബാഫക്ക് പുഴക്കാട്ടിലേക്ക് വരികയല്ല. 56 കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരള സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി നിലവിൽ വന്നു. ബാഫക്കത്തങ്ങൾ പ്രസിഡന്റ്, സീതി സാഹിബ് സെക്രട്ടറി, ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു ഫണ്ട് വേണമല്ലോ. അപ്പോൾ സ്റ്റേറ്റ് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് ഫണ്ട് ശേഖരിക്കണം. അതിന് സ്റ്റേറ്റ് മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചത് എന്താ, സ്റ്റേറ്റ് പ്രസിഡന്റ് എല്ലാ യൂണിറ്റുകളിലും പര്യടനം നടത്തുക. എല്ലാ യൂണിറ്റിലുള്ള ആളുകളും എല്ലാ യൂണിറ്റും നോട്ടുമാലിടണം ബാഫത്തങ്ങൾക്ക്. STU ആയാലും മറ്റേ MSF ആയാലും മുസ്ലിം ലീഗ് ആയാലും എല്ലാവരും, ഇനി മഹല്ല് കമ്മിറ്റി ആയാലും തങ്ങൾക്ക് നോട്ടുമാല ഇടുക എല്ലാ യൂണിറ്റിലും. അത് സംഘടിപ്പിക്കുക. അപ്പോൾ നമ്മൾ പുഴക്കാട്ടിയിൽ സംഘടിപ്പിക്കുന്ന കാര്യം നമ്മൾ 3-4 ചെറുക്കന്മാരിന് മുമ്പിലുള്ളത്. ബാക്കി കാരണന്മാരെല്ലാം ലീഗാണ്. പക്ഷെ പ്രവർത്തിക്കാൻ നമ്മൾ കുറച്ച് ചെറുപ്പക്കാരാണ്. അതൊക്കെ ശരിയാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഒരു 9:30 മണിയായപ്പോഴേക്ക് പടിഞ്ഞാറുനിന്ന് ബാഫത്തങ്ങളുടെ കാറ് വന്നു. കറുത്ത കാറ് നല്ല കടും നീല നിറത്തിലുള്ള കാറ് വന്നു. ഇറങ്ങിയ പാടിന് കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് പിന്നെ CP കുഞ്ഞാലിക്കുട്ടിക്ക് ഇറങ്ങി. മൂപ്പര് വന്നിട്ട് ഫ്രണ്ട് ഡോറ് തുറന്ന് ബാഫത്തങ്ങൾ മുമ്പിലായിരിക്കണം. തുറന്ന് ബാഫത്തങ്ങൾ വന്നു. നമ്മൾ ബാഫത്തങ്ങൾ നടാതെ കാണുകയാണ്. വെച്ച ഒരു കാഴ്ച തന്നെയാണ് അത്. അങ്ങനെ അപ്പം തന്നെ പിന്നെ ബാഫത്തങ്ങളെ സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു സ്വാഗത പ്രസംഗം ഞാനല്ലാതെ വേറെ ആൾ ചെയ്യാൻ ആളില്ല. തൊള്ളോണ്ട് പറയാൻ ഞാൻ തന്നെ ഉള്ളൂ. സിന്ദാബാദ് വിളിച്ചു കൊടുക്കലും ഒക്കെ ഞാൻ തന്നെ. അങ്ങനെ 2 വാക്ക് സംസാരിച്ച് തങ്ങളെ സ്വാഗതം ചെയ്തു. പിന്നെ തങ്ങൾ 2 വാക്ക് സംസാരിച്ചു. നമ്മളെല്ലാവരും ഒന്നാഴ്ച നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മളെ കാര്യത്തിൽ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ സജീവമായിട്ട് ഉണ്ടാകണം. ഈ കൊടിയാണ് നമുക്ക് ഒരു ആശ നൽകാനുള്ളത് എന്നൊക്കെയുള്ള ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തങ്ങൾ പ്രസംഗിച്ചു. അങ്ങനെ തങ്ങൾ കാറ് കിഴക്കോട്ട് പോവുകയും ചെയ്തു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അത് ഒരു വലിയൊരു ആവേശമുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് പിന്നെ KKS തങ്ങൾ. ഞങ്ങളവിടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എന്ന് പറയാൻ KKS തങ്ങൾ, ആബിദ് ഹുസൈൻ്റെ വാപ്പ, പിന്നെ PV സെയ്ദ് മൂസ പുകത്തങ്ങൾ, പിന്നെ പഴമള്ളൂരുടെ KVS തങ്ങൾ. ഇങ്ങനെ മൂന്ന് മുട്ടായുടെ പേര് പോലെ PVS, KVS, KKS ഇങ്ങനെ 3 തങ്ങന്മാരാണ് നമുക്കവിടെ ആ മങ്കട മണ്ഡലത്തിലും പെരുന്തമണ്ണ അങ്ങോട്ടാകുമ്പോഴേക്കും PT സെയ്ദ് സാഹിബ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരോടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ തങ്ങളുടെ പര്യടനം ഉണ്ട്, അവ കരിമീനത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പൈലറ്റ് വാഹനം ആണ് ഈ ഓരോ യൂണിറ്റിലേക്കും ബാഫത്തങ്ങൾ എത്തണമല്ലോ. അതിന് മുമ്പ് ആളെ കൂട്ടണമെങ്കിൽ ആദ്യം നമ്മൾ നേരെ പോയിട്ട്
പിന്നെ മൈക്കൊക്കെ സെറ്റാക്കി സ്വാഗതം പറയണമാതിരി ലീഗിൻ്റെ പ്രസംഗം തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ തങ്ങൾ ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞ ഒരു 8-10 മിനിറ്റ് ആകുമ്പോഴേക്ക് തങ്ങൾ ഇവിടുത്തെ സ്വീകരണം കഴിഞ്ഞ് അവിടെ എത്തും. തങ്ങൾ വരുന്നതോട് കൂടി നമ്മൾ ഈ വണ്ടിയിൽ നമ്മളെ കാറിൽ കയറിയിട്ട് നമ്മൾ പിന്നെ പെരിന്തൽമണ്ണ ഒരു മഹാസമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ അതിലേക്ക് PVS-ഉം PT CSIയും പറഞ്ഞ അതിനോട് എല്ലാം വേണം തങ്ങളും പിന്നെ CH-ഉം ഒക്കെ ഉള്ള വലിയ സമ്മേളനമാണ്, അതുകൊണ്ട് എൻ്റെ പേര് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നത്. അപ്പം പിന്നെ ഞാനവിടെ പോയി. വലിയ മഹാസമ്മേളനമായിരുന്നു. പെരിന്തൽമണ്ണ ബസാറിൽ നിന്ന് കോഴിക്കോട് റൂട്ടിലേക്ക്. ആ സമ്മേളനം അതിൽ ഞാൻ പ്രസംഗിച്ച് എല്ലാവരും പ്രസംഗിച്ച ശേഷം പിന്നെ CH വിളിച്ചിട്ട് പറഞ്ഞു, PK ഉമർ ഖാൻ STUവിൻ്റെ നേതാവ് പ്രസിഡന്റ്. അപ്പോൾ ഇന്ത്യക്കെന്ന് ഒരു ഡേറ്റ് വാങ്ങി. മൂപ്പര് CH പറഞ്ഞ ആ പയ്യോളിയിൽ മീറ്റിങ്ങിന് എന്നാണെന്ന് ചോദിച്ചാൽ അപ്പോൾ അവൻ്റെ ഡേറ്റ് വാങ്ങുന്നത്. അങ്ങനെ CH പറഞ്ഞപ്പോൾ ഉമർ ഖാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഏതോ ഒരു 17-ാം തീയതി മറ്റാണ് പയ്യോളിയൊരു സമ്മേളനമുണ്ട്, അതുകൊണ്ട് അതിൽ പങ്കെടുക്കണം. അപ്പോൾ ഈ തങ്ങളെ പാണ്ഡികയിൽ പിന്നെ അരിപ്പിക്കടിയിലെത്തിയാൽ മതി, വെള്ളിയങ്ങാടിയിൽ. അപ്പോൾ തങ്ങൾ കേക്കച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ തങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പിരിഞ്ഞതിന് ശേഷം പിന്നെ ആ ഡേറ്റിനാണ് ഞാൻ പിന്നെ കരിങ്കല്ലത്താണ് ഇത് പുറപ്പെടുന്നത്. കരിങ്കല്ലത്താണ് ബസ്സിന് പുറപ്പെട്ടു. തങ്ങളെ അരിപ്പീടെ കണ്ടുപിടിക്കണം, അങ്ങോട്ടാണ് പോകേണ്ടത്. തങ്ങളെ അരിപ്പീടെ വല്യങ്ങാടി. അപ്പോൾ വല്യങ്ങാടി അറിയില്ല. അപ്പോൾ വല്യങ്ങാടി അങ്ങോട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയി വല്യങ്ങാടി നടന്ന് അവിടെ എത്തിയപ്പോൾ തങ്ങൾ കേക്കോട്ട് തിന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഒന്നിനെ കാണാം. അവിടെ കയറി സലാം പറഞ്ഞു. തങ്ങളെ മുമ്പിൽ തന്നെ ഒരു ബെഞ്ചുണ്ട്, അപ്പോൾ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നു. അപ്പോൾ തങ്ങളപ്പുറത്ത് 3-4 ആളുകളുണ്ട്, അതൊക്കെ അവിടുത്തെ സ്റ്റാഫാണ്. അപ്പം അങ്ങനെ അന്ന് വൈകുന്നേരം പിന്നെ ആ മഗ്‌രിബിൻ്റെ മുമ്പായിട്ട് തങ്ങൾ പീടിയിൽ നിന്ന് ഇറങ്ങി എന്നോട് കാറിൽ കയറാൻ പറഞ്ഞു. നേരെ പോയി പിന്നെ മഗ്‌രിബിന് വാങ്ങിക്കൊടുത്തപ്പോൾ ഏതോ ഒരു പള്ളീൻ്റെ അവിടെ നിർത്തി. തങ്ങൾ വേഗം പള്ളിയിൽ കയറി. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഓതുണ്ടാക്കി. തങ്ങൾക്ക് എപ്പോഴും ഓതുണ്ടാവുമല്ലോ, തങ്ങൾ സദാ ഓതുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഞാൻ ഓതെടുത്ത് അപ്പോഴൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച് പിന്നെയും കാറിൽ കയറി പയ്യോളി ഈ സമ്മേളനത്തിലെത്തി. അപ്പം ഞാൻ അന്നത്തെ പ്രസംഗം എന്താ വെച്ചാൽ ഈ കമ്മ്യൂണിസത്തിനെതിരിൽ ഒരു മതവിരുദ്ധ ശക്തി എന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസം ഇസ്ലാമിനെതിരാണെന്നുള്ളത്, മുസ്ലിമീങ്ങൾ കമ്മ്യൂണിസത്തിനെതിരെ ശക്തിയായി നിൽക്കേണ്ടവരാണ് എന്നുള്ളതാണ്. കുറേ കൊട്ടേഷൻസ് കാണാപ്പാടം പഠിച്ചിട്ട് അത് പ്രസംഗിക്കലാണ്. അങ്ങനെ പയ്യോളിയിലെ പ്രസംഗം ചെന്നപാടലിനെ തങ്ങൾ അവിടെ കയറിയ പാടലിനെ ഒക്കെ സ്തംഭിച്ചു. അപ്പോൾ പ്രസംഗിക്കുന്ന ആൾ പ്രസംഗം കഴിഞ്ഞ ഉടനെ അധ്യക്ഷൻ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അങ്ങനെ ഞാൻ പ്രസംഗിച്ചു. അതിനുശേഷം ബാഫി തങ്ങൾ പ്രസംഗിച്ചു. ബാഫി തങ്ങളെ കഴിഞ്ഞതോടുകൂടി ഞാൻ ബാഫയ്ക്കത്തങ്ങളും ഞാനും ഇറങ്ങി. പിന്നെ കാറിൽ കയറി അങ്ങനെ പോയി. അന്ന് പുതിയങ്ങാടി ബാഫി തങ്ങളുടെ വീട്ടിലാണ് എത്തിയത്. ബാഫി തങ്ങളുടെ വീട്ടിലാണ് എത്തിയത്. തങ്ങളുടെ വീട്ടിലെത്തി. അപ്പോൾ തങ്ങളകത്ത് പോയി. അപ്പോൾ അവിടെ പുറത്ത് കുറച്ച് കസേരകളും സോഫയൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ അപ്പോഴൊക്കെ അകത്തേക്ക് ഇന്നൊരു കുട്ടി വന്ന് വിളിച്ചു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കൊടുത്ത് കുട്ടികളും തങ്ങളും ഞങ്ങളും ഒക്കെ പാടെ സംസ്കരിച്ച് പിന്നെ അവിടുന്ന് തങ്ങളുടെ കൂടെ തന്നെ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ പിന്നെ നീച്ച് തങ്ങളുടെ കൂടെ തന്നെ സുബഹി നിസ്കരിച്ച് നാസ്താക്കി. തങ്ങളുടെ കൂടെ തന്നെ നല്ല അട്ടിപ്പത്തിരിയും കോഴി സൂപ്പും അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്ക് 9-9:30 കഴിഞ്ഞിരിക്കണം. പിന്നെ കാറിൽ കയറി തങ്ങൾ പീടികയിലേക്ക് പോവുകയാണ്. കോഴിക്കോട്ടേക്ക് വരികയാണല്ലോ. ഇതിപ്പോൾ പുതിയങ്ങാടിയല്ലേ. അങ്ങനെ കാറ് ഇങ്ങനെ പിന്നെ റെയിൽ മുറിച്ച് കടന്ന് മെയിൻ റോഡിൽ കയറി നേരെ തെക്കോട്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കാർ. അപ്പോൾ ആ കോമ്പൗണ്ടിന് അവിടെ ഇങ്ങനെ ചന്ദ്രിക
അച്ചുകൂടം എന്ന്, ഇംഗ്ലീഷിൽ ചന്ദ്രിക പ്രസ് എന്നെഴുതുക ബോർഡ്. അപ്പോഴാണ് ചന്ദ്രിക ഇവിടെ നിന്നാണ് അടിക്കുന്നതില്ലേ, ഇപ്പോൾ ചന്ദ്രിക പ്രസ്സാണത്. അപ്പോൾ തങ്ങൾ വേഗം കാർന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയി. അപ്പം ഞാനിങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ, അപ്പോൾ ഒരു പഴയ കെട്ടിടം ആണ്, മുമ്പിൽ ഒരു ചെറിയൊരു തോട്ടത്തിൻ്റെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് തങ്ങൾ വിളിക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴേക്ക് അലിക്കുഞ്ഞി സാഹിബ് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് മുകളിൽ കൊണ്ടുപോയി. തങ്ങൾ കിടക്കുന്ന മുറിയിലല്ല, നേരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയി. അത് അപ്പോഴേക്ക് ആ ടെലിപ്രിൻ്റർ ഇങ്ങനെ ശബ്ദിക്കുന്നുണ്ട് മുകളിൽ. ഞാൻ പുറത്ത് പാടി നോക്കുമ്പോൾ അവിടെ CH ഇരിക്കുന്നുണ്ട്. CHനെ ഇങ്ങനെ അടുത്തുനിന്ന് കാണുകയാണ്. അപ്പോൾ CHൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി 10,000 ഇങ്ങനെ പാതിര കഴിഞ്ഞിട്ടും ഇങ്ങനെ കാത്ത് നിൽക്കണ ഒരു CH ആണത്. ആ CH ആണ്. അപ്പോൾ CH അപ്പോഴേക്ക് കയറി എന്നിട്ട് എണീറ്റ് വന്നു. ഈ ടെലിപ്രിൻ്ററിൽ നിന്ന് ഒരു കടലാസ് ചീന്തിയെടുത്തിട്ട് ഇതിൻ്റെയൊക്കെ തന്നു. അലിക്കുഞ്ഞി സാഹിബ് പറഞ്ഞു അത് മലയാളത്തിലാക്കാനാണ്. അപ്പം ഇങ്ങേ മുറിയിൽ നോക്കുമ്പോൾ ഒരു 3-4 ആൾ ഇരിക്കുന്നുണ്ട്. സബ് എഡിറ്റേഴ്സൊക്കെ അവിടെ പ്രധാനപ്പെട്ട സബ് എഡിറ്റർമാരൊക്കെ ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഞാൻ പോയി ഒരു കസാലയിൽ ഇരുന്നിട്ട് ഇത് മലയാളത്തിലാക്കി. അത് ഒറ്റ വാചകമുള്ളൂ. അപ്പോൾ അത് എഴുതി കൊടുത്ത് അലിക്കുഞ്ഞി സാഹിബിൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത് ഞാൻ എണീറ്റു. ഞാൻ എണീറ്റപ്പോൾ എന്താ എങ്ങോട്ടാന്ന് ചോദിച്ചു. അല്ല ഞാൻ പോകാനാണ്, ഞാൻ പോട്ടെ. അത് പോകാനോ, എങ്ങോട്ട് പോകാനോ? അല്ല എനിക്ക് തങ്ങൾ പോയല്ലോ. അല്ല എനിക്ക് പോകണമല്ലോ, ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് വീട്ടിലെത്തണ്ടേ, ഞാൻ ഇന്നലെ പ്രസംഗിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് തങ്ങളോട് പറയണം, തങ്ങൾ തന്നെ അവിടെ നിർത്തിപ്പോയതാണെന്നത്. അപ്പോൾ അലിക്കുഞ്ഞി സാഹിബിൻ്റെ ഫോണിൽ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ തങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ പ്രസംഗിക്കാൻ പോകുന്നതാണ്, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, നിൽക്കണമെങ്കിൽ എനിക്ക് ഷർട്ടും മുണ്ടും ഒന്നും വേറെ ഇല്ലല്ലോ, അവർക്ക് വീട്ടിൽ നിന്ന് പോയി വരണം. എപ്പോഴാണ് വരാമെന്ന് വെച്ചു. ഞാൻ നാളെ മറ്റന്നാളോ വരാം. അപ്പം ഞാൻ പിന്നെ തങ്ങൾ എൻ്റെ അടുത്ത് കയ്യിൽ പൈസ ഒന്നുമില്ല പോകാൻ, പോക്കറ്റിനായ പൈസ ഇല്ല. എന്നാൽ മമ്മൂക്കാക്ക് കൊടുക്കും ഫോൺ മമ്മൂക്കാക്ക് കൊടുക്കുന്നത്. മാനേജരോട് പറഞ്ഞു, പൈസ എന്താ വേണ്ടി വെച്ചാൽ കൊടുത്തേക്ക്, ഫോൺ പോയി നാളെ മറ്റന്നാൾ വരും എന്നായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. മൂപ്പര് ഫോൺ വെച്ചിട്ട് വന്നാക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം, പോയി വരണം എന്നാണ് ഇപ്പോൾ തങ്ങൾ പറയണത്. അത് എന്താ പൈസ എന്താ വേണ്ടതെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് പോയി വരാനുള്ള മൂപ്പര് ഒരു 20 റുപ്യ തന്നു. വാസ്തവത്തിൽ ഇൻ്റർവ്യൂ നടന്നു, അപ്പോയിൻമെൻറ്റ് നടന്നു, ശമ്പളം അഡ്വാൻസ് വാങ്ങി. ശമ്പളം വാങ്ങല്ല, ആദ്യം തന്നെ കടം വാങ്ങുകയാണ്. ശമ്പളം വകയിലേക്ക് 20 റുപ്യ വാങ്ങി. പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡ് എവിടെയാണ് ആർക്കും, തങ്ങളും കാറും പോയില്ലേ, ബസ് സ്റ്റാൻഡ് തിരഞ്ഞ് അങ്ങനെ ബസ് സ്റ്റാൻഡ് കണ്ടുപിടിച്ച് മണ്ണാർക്കാട് ബസ്സിന് കയറി വന്ന്. അങ്ങനെയാണ് ചന്ദ്രികയിൽ ഒരു ജീവനക്കാരനാകുന്നതും ബാഫകത്വങ്ങളുമായി ഇടപെടുന്നതിൻ്റെ തുടക്കം കുറിക്കുന്നതും. മനസ്സിലായോ? ബാഫകത്വങ്ങൾ പിന്നെ വളരെ സിൻസിയറായിട്ട് പെരുമാറുന്ന വളരെ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. ഇന്നിപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾ എന്ന് പറയുന്ന യഥാർത്ഥ പണ്ഡിതന്മാരിൽ ഏറ്റവും പാണ്ഡിത്യമുള്ള പണ്ഡിതൻ ആരാണ്? അത് ഈ കേബിൾ കൗൺസിലർ. കുറേ തിരിപ്പുകളൊക്കെ കാന്തപുരം ഉണ്ടാക്കിയാൽ പോലും അവസാനം മൂപ്പര് നല്ല ഒരു അവസ്ഥയിൽ SYSനെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ആഫീസ് ദീൻ ഉള്ള ഒരു കേന്ദ്രം ആക്കിയിരിക്കണം എന്ന രീതിയിലുള്ള കുറേ സംസാരങ്ങളൊക്കെ. മൂപ്പർക്ക് റേഡിയോ ഉണ്ട്, അതൊക്കെ പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ അത്. അപ്പോൾ കിടക്കുകയാണെങ്കിൽ മൂപ്പർക്ക് ലോകം മൂപ്പർ മുമ്പിൽ വേണം. ഞാൻ അടിക്കാൻ പോയി, അടിക്കാൻ പോയി. എന്തോ പണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചുമലിൽ അബൂജഹൽ സിംഹത്തെ കണ്ടു എന്നത് മാതിരി ഓ പേടിച്ചിട്ടു. അപ്പോൾ ഞാൻ അടിക്കാൻ പോയതാണ്.
അങ്ങനെ പിന്നെ പൈലറ്റ് പിന്നെ ഓടിച്ചു. അങ്ങനെ ആ ഹജ്ജ് എനിക്ക് കിട്ടിയില്ല, എനിക്ക് ആ ഹജ്ജ് കിട്ടില്ല. അമ്മ ചില സന്ദർഭങ്ങൾ അങ്ങനെ ചില മൂപ്പരും മനസ്സിൽ തട്ടി ചില സംഗതികൾ നമ്മൾ ചോദിച്ചു പറയിപ്പിക്കല്ല, മൂപ്പർക്ക് പറയണം.